നമുക്ക് ഇതിൻ്റെ ഇനി ഫണ്ടമെൻ്റലിലോട്ട് പോവാം. എങ്ങനെയാണ് ബിറ്റ് ബൈറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് അഥവാ ട്രാൻസ്ഫർ അല്ല വരുന്നത്. ഇത് ഒരു സ്മോൾ ബി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഡേറ്റ, അത് ഹാർഡ് ഡിസ്കിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിഗ് ബി ആയിട്ടായിരിക്കും, ബിഗ് ബി. ഓക്കെ, വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത്, ഒരു ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0. പിന്നെ ഹാർഡ് ഡിസ്കിൽ 1 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ് ആയിരിക്കും. 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 8 ബിറ്റ്. ഇത് ഒരു 1 ബിറ്റ്. ഇത് 8 എണ്ണം കൂടുമ്പോഴാണ് ഒരു ബൈറ്റ് ആവുന്നത്. ഓക്കെ, ഇതാ 1 ബിറ്റും 1 ബൈറ്റും. 1 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 0. 1 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ്. 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ 8 സംഭവങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ സ്പീഡ് ഡേറ്റ വെച്ച് നമുക്ക് കമ്പാരിസൺ ചെയ്യാം. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ റേറ്റ് ആയിട്ട് വരും. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ബി ആയിട്ട്. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അടുത്ത ഇൻ ഹാർഡ് ഡിസ്ക്, അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വലിയ ബൈറ്റ്. ഓക്കെ, ഈ ബൈറ്റ് 1024 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ബിറ്റ്. ചെറിയ KB, കിലോ ബിറ്റ്. 1024 കിലോ ബിറ്റ്. ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ 1 മെഗാ ബിറ്റ് ആവും. MB, M ക്യാപിറ്റൽ B സ്മോൾ. ഇനി 1024 മെഗാ ബിറ്റ് ചേരുമ്പോഴാണ് 1 ഗിഗാ ബിറ്റ് ആവുന്നത്. GB, സ്മോൾ b. 1 ഗിഗാ ബിറ്റ് ഒരുമിച്ച് ചേരുമ്പോഴാണ് 1 ടെറാ ബിറ്റ് ആവുന്നത്. ടെറാ ബിറ്റ്. ഇത് നമ്മൾ സ്പീഡ് ട്രാൻസ്ഫറിന് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ബിറ്റ്സ് പെർ സെക്കൻഡ് ഒക്കെ ആയിരിക്കും വരുന്നത്. ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. ഇത്ര ബിറ്റ്സ് നമുക്ക് പെർ സെക്കൻഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡേറ്റ സൈഡിലോട്ട് നോക്കാം. ഡേറ്റ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ബൈറ്റ്. ഓർക്കണം, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റാണ്. ഓക്കെ, 1024 ബൈറ്റ് കൂടി ചേർക്കുമ്പോഴാണ് 1 കിലോ ബൈറ്റ് ആവുന്നത്, ക്യാപിറ്റൽ B. ഇനി 1024 ക്യാപിറ്റൽ B കിലോ ബൈറ്റ് വരുമ്പം 1 മെഗാബൈറ്റ് വരും, MB. ഇനി 1024 MB മെഗാബൈറ്റ് വരുമ്പോഴാണ് 1 ഗിഗാബിറ്റ് വരുന്നത്, 1 GB. 1 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ക്യാപിറ്റൽ B ക്യാപിറ്റൽ. ഇനി 1024 GB ചേരുമ്പോഴാണ് 1 ടെറാബൈറ്റ് ആവുന്നത്, 1 ടെറാബൈറ്റ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, ഒരു ട്രാൻസ്ഫർ റേറ്റിൻ്റെ എക്സാമ്പിൾ നോക്കാം. How long will it take to transfer a file of 128 KB to go across at 1 Mbps per second? ഇത് കണ്ടോ, ഇത് സ്പീഡാണ്, ഇത് ഹാർഡ് ഡിസ്ക് സ്റ്റോറേജാണ്. ഇനി നമ്മൾ ഇത് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 128 കിലോ ബൈറ്റിൻ്റെ ഒരു ഫയല് നമുക്ക് 1 MBPSൻ്റെ സ്പീഡിൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് സെൻഡ് ചെയ്യാവുന്നത്. ഇനി നമുക്കതിന് കൺവേർഷൻ നടത്താം. 128 ബിഗ് ബി ടു നമുക്കത് സ്മോൾ ബിയിലോട്ട് കൺവേർട്ട് ചെയ്യണം, ട്രാൻസ്ഫർ റേറ്റ് അറിയാൻ വേണ്ടി. അതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിലോ ബൈറ്റ്സിനെ കിലോ ബിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. 128 കിലോ ബൈറ്റ്സിന് നമ്മൾ ബിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെ മൾട്ടിപ്ലൈ ബൈ 8 ചെയ്യും. ബിക്കോസ് ഇത്
ഇങ്ങനെ ഈ കാൽക്കുലേഷൻ 1 ബൈറ്റ് ഈസ് ഈക്വൽ ടു 8 ബിറ്റ്. അന്നേരം നമ്മൾ 128 കിലോ ബൈറ്റ്സിനെ ബിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് 8ഉം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1024 കിലോ ബിറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് 128 കിലോ ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു 1024 കിലോ ബിറ്റ്സ്. ഇപ്പം നമ്മൾ പഠിച്ച് 1024 കിലോ ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മെഗാ ബിറ്റ്. ഓക്കെ, 1024 കിലോ ബിറ്റ് ഈസ് ഈക്വൽ ടു 1 മെഗാ ബിറ്റ്. സോ കണക്ഷൻ ഓഫ് 1 MBPS സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ റേറ്റ് മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ്. വിൽ ട്രാൻസ്ഫർ ടേക്ക് ഓൺലി 1 സെക്കൻഡ്. അതായത് ഈ ഫയലിന് പോകാൻ വേണ്ടി 1 സെക്കൻഡ് മാത്രം മതി.